ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ കൈയൊന്നും അധികം ആയാസപ്പെടാതെ കയ്യിൽ കറകളൊന്നും ആവാതെ അത് വെള്ളമൊന്നും ഉപയോഗിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്പും അതുപോലെ എയർ ഫ്രയറിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. കൂടാതെ മറ്റൊരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുവൊക്കെ ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ഞാനിത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതും വളരെ കുറഞ്ഞ ചേരുവകളിൽ നമുക്ക് വൈകിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈസി സ്നാക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോയാണ് കേട്ടോ. ഞാനിവിടെ 2 മീഡിയം സൈസ് വലുപ്പത്തിനുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. വേവിച്ച ഉരുളക്കിഴങ്ങ് കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, അല്പം ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലൊരു ഡൗ പോലെ, ചപ്പാത്തിയുടെ ഡൗ പോലെ ഒന്ന് കുഴച്ച് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിൽ അല്പം എണ്ണ തടവുന്നത് നന്നായിരിക്കും, കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് മറ്റൊരു ഷീറ്റ് കൂടി വെച്ച് മറിച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഉണ്ടല്ലോ, ഇത് ഫ്രിഡ്ജിൽ ഒരല്പനേരം നമുക്കിതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം. കാരണം ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്നാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു ഡോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറിന് ശേഷം ഞാൻ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിൽ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നീളത്തിൽ ഏത് ഷേപ്പിൽ വേണം എന്നുണ്ടെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നീളത്തിലുള്ള സ്ട്രൈപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിത് തിളച്ച എണ്ണയിലിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് സെറ്റായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ബാക്കിയുള്ളത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ടെമ്പറേച്ചർ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 180 ആണ്. 10 മിനിറ്റ് ഞാൻ ഒരു സൈഡ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 5-6 മിനിറ്റോളം ഞാൻ മറുപുറം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 16 മിനിറ്റാണ് ടോട്ടലായിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ എണ്ണയില്ലാതെ എയർ ഫ്രയറിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇതാ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്കിത് സെറ്റായി കിട്ടുന്നത്. അപ്പോൾ 2 പുറവും മറിച്ചിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. 16 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് എടുക്കുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഒരു സ്നാക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വെറും 2 ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതും എണ്ണയില്ലെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ ആദ്യം കാണിച്ചതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ആ സെയിം സ്നാക്ക് തന്നെ ഇതാ കണ്ടില്ലേ, ആ ഒരു ഡിഫറൻസ്. ഇതിൽ ഇപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ മാറിയിട്ട് ഒന്ന് തളർന്ന പോലെ ഉണ്ടാവും. പക്ഷേ എയർ ഫ്രയറിൽ നമ്മൾ റെഡിയാക്കി
എടുത്തിട്ടുള്ളത്. അതായത് ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എത്ര നേരം കഴിഞ്ഞാലും ഇതാ കണ്ടില്ല, അതിൻ്റെ ചൂടൊക്കെ പോയാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നേ ട്രൈ ചെയ്ത് നോക്കുക. അധികം ചേരുവകളൊന്നും വേണമെന്നില്ല. കോൺഫ്ലോർ മാത്രമായാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കുട്ടികൾക്കും എല്ലാം കൊടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് കൂർക്ക, ചൈനീസ് പൊട്ടാറ്റോ. പക്ഷേ ഇത് വൃത്തിയാക്കിയെടുക്കുക എന്ന് പറയുന്നത് മെനക്കേടുള്ള പണി തന്നെയാണ്. ഇനി അതിനൊരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത് എയർ ഫ്രയറിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എയർ ഫ്രയറിൽ കൂർക്ക വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് വെക്കുന്ന സമയത്ത് ഒരു ബൗളിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൂടി ആ ഒരു എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ സമയം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഞാനൊരു 3 മിനിറ്റ് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് കൂർക്ക ചെറുതായിട്ട് ആ തൊണ്ടൊക്കെ വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരല്പ നേരവും കൂടി വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാനൊരു 3 മിനിറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ 6 മിനിറ്റാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. 6 മിനിറ്റിന് ശേഷം എടുത്തു നോക്കുന്ന സമയത്ത് ചൂടുണ്ടാകും. അപ്പോൾ ചൂടൊന്ന് അല്പം ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട്, എന്നാൽ തീരെ തണുത്ത് പോകരുത്. തണുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തൊലി ഇതുപോലെ തെറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തന്നെ കൂർക്ക ക്ലീൻ ചെയ്ത് വൃത്തിയായി കിട്ടുന്നതാണ്. ഈസി ആയിട്ട് എയർ ഫ്രയറിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റുമെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ അവസാനം പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ കൈ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തെറ്റിച്ചെടുക്കാനായിട്ട് കഴിയും. മാത്രമല്ല കേട്ടോ, കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് അധികം കുഴഞ്ഞൊന്നും പോകാതെ കണ്ടില്ലേ, നല്ലതുപോലെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. മറ്റൊരു കാര്യം ആദ്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂർക്ക കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് അതുപോലെ തന്നെ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കരുത്. നന്നായിട്ട് കഴുകി അതിലെ മണ്ണും ചെളിയും എല്ലാം കളഞ്ഞ് ഒരു 3-4 തവണയെങ്കിലും കുറഞ്ഞത് കഴുകി എടുത്തിട്ട് വേണം അതിൻ്റെ ആ ഒരു മണ്ണും ചെളിയൊക്കെ കളയാനായിട്ട്. എന്നിട്ട് വേണം നമ്മളിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് തൊലി തെറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള, അതായത് തൊലി കളയാതെ നന്നായിട്ട് മണ്ണും ചെളിയൊക്കെ കളഞ്ഞിട്ടുള്ള കൂർക്കയാണ് ഞാൻ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി എയർ ഫ്രയറിൽ വെച്ചത് മൂലം കൂർക്കയ്ക്ക് ഉണ്ടായ മാറ്റങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ടൈമും ടെമ്പറേച്ചറും എല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു ടൈം കഴിഞ്ഞിട്ട് ഒത്തിരി നേരം നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ അതിൽ നിന്നും, അതായത് കൈ കൊണ്ട് തെറ്റിച്ചെടുക്കാൻ പാകത്തിനുള്ള ചൂടാറുമ്പോൾ തന്നെ ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അതിനുശേഷം തണുത്ത വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ സൈഡിലായിട്ട് കറ പിടിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് പറ്റിയ ആ ഒരു തെറ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കൂർക്ക എപ്പോഴും നമ്മളിത് ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. തണുത്ത വെള്ളത്തിലേക്ക് നമ്മളിത് മാറ്റി കൊടുക്കാൻ, തൊലി കളഞ്ഞ് മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മെഴുക്കുവരട്ടി എന്താണോ പാചകം ചെയ്യുന്നത് അത് ഉടനെ തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ എയർ ഫ്രയറിൽ കൂർക്ക നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നത്, കൈയൊന്നും വേദനിക്കാതെ അല്ലെങ്കിൽ കയ്യിൽ കറയൊന്നാകാതെ വൃത്തിയാക്കി എടുക്കുന്ന ടിപ്സ് ഇന്ന് കാണിച്ചു തന്നു. എല്ലാവർക്കും ഈ ടിപ്സ് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.